ഇവിടെ എന്തുകൊണ്ടാണ് ഈ CAA ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടം വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളുടെ പരിശോധന അത് സാധുവാണോ അല്ലയോ എന്ന് നിശ്ചയിക്കൽ, പിന്നെ പരമമായി ഇതിന് പൗരത്വം നൽകേണ്ടതുണ്ടോ ഇല്ലയോ എന്ന തീരുമാനമെടുക്കൽ, ഇതെല്ലാം കേന്ദ്ര ഉദ്യോഗസ്ഥരിലേക്ക് മാത്രമായി ചുരുക്കിയത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന സമിതികളിലെല്ലാം സംസ്ഥാനത്തിനൊരു നിരീക്ഷണ പ്രാതിനിധ്യം മാത്രം ആക്കി നൽകിയിരിക്കുന്നത്? നിങ്ങൾ റെയിൽവേയും ഒരു സർക്കാരിനെയും ഒരേപോലെയാണോ കാണുന്നത്? രണ്ടിലും ഈ നിരീക്ഷണം മാത്രമുള്ള പ്രതിനിധികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീ ജോർജ് കുര്യൻ, സാങ്കേതിക പ്രശ്നമുണ്ടെന്നൊന്നും താങ്കൾ പറഞ്ഞത് കേൾക്കാൻ കഴിയുന്നില്ല. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞോളൂ, കേൾക്കാം. സാങ്കേതിക പ്രശ്നമുണ്ട്. ഇല്ല, ഇപ്പോൾ കേൾക്കാം. ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞോളൂ. ഇത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പാണ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരള സിറ്റിസൺഷിപ്പ് അല്ല. ഒരു മുഖ്യമന്ത്രി ഞാൻ സിറ്റിസൺഷിപ്പ് എൻ്റെ സംസ്ഥാനത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ യൂണിയനാവും? യൂണിയൻ ഓഫ് ഇന്ത്യ അല്ലേ? ഏതെങ്കിലും രാജ്യത്ത് അത് സംഭവിക്കുമോ? അവിടുത്തെ രാജ്യമാണ് തീരുമാനിക്കുന്നത് കൊടുക്കണമോ വേണ്ടയോ എന്ന്. ഇന്ന് വരെയും അങ്ങനെയായിരുന്നല്ലോ. പിന്നെ പരിശോധിക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇവരുടെ അഡ്വൈസ് തേടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സംസ്ഥാനങ്ങളല്ല സിറ്റിസൺഷിപ്പ് കൊടുക്കേണ്ടത്, കേന്ദ്രം തന്നെയാണ്. അത് തന്നെയാണ് അതിന്റെ മറുപടി. തീർച്ചയായിട്ടും ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയമാക്കി ഇലക്ഷൻ കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അത് പരാജയപ്പെടുക തന്നെ ചെയ്യും. ശ്രീ ജോർജ് കുര്യൻ, ഇതൊരു കേന്ദ്ര നിയമമാണ്.